മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് എക്സാലോജിക് CMRL ഇടപാടിൽ തന്നെ പ്രതി ചേർത്തതെന്ന് വീണ. തനിക്ക് ബിനാമി കമ്പനികളില്ല, ഇടപാടുകൾ സുതാര്യമാണെന്നും ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ വീണ പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് വീണയുടെ വിശദീകരണം. താൻ വിദ്യാസമ്പന്നയായ യുവതിയാണ്, സ്വന്തമായി ബിസിനസ് നടത്തുന്ന സ്ത്രീയാണെന്നും തനിക്ക് ബിനാമി ഇടപാടുകളില്ലെന്നും എക്സാലോജിക് കമ്പനി ബിനാമി കമ്പനിയല്ലെന്നും വീണ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. എക്സാലോജിക് CMRL ഇടപാടിൽ യാതൊരുവിധ ക്രമക്കേടും നടന്നിട്ടില്ല. ഇടപാടുകൾ സുതാര്യമാണ്. താൻ കൃത്യമായി ആദായനികുതി റിട്ടേണുകൾ നൽകുന്ന വ്യക്തിയാണ്. CBI അന്വേഷണ ഹർജിയിൽ പറയുന്ന വാദങ്ങൾ ബാലിശമാണ്. SFIO അന്വേഷണത്തോട് താൻ പൂർണ്ണമായും സഹകരിച്ചതാണ്. ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയിരുന്നു. വിജിലൻസ് കോടതികൾ തള്ളിയ കേസാണിത്. ഹർജിക്കാരൻ യാതൊരുവിധ രേഖകളോ തെളിവുകളോ ഹാജരാക്കിയിട്ടില്ല. ഹർജിയുടെ ഉദ്ദേശം തന്നെ വ്യക്തിഹത്യയാണ്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അത് മാധ്യമ വിചാരണയ്ക്കും തന്നെ മോശക്കാരിയാക്കാനും ഇടയാക്കും. കോവളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഇതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല. AKG സെന്റർ സുരക്ഷിത നിക്ഷേപ താവളമെന്ന ഹർജിക്കാരന്റെ ആരോപണം തെറ്റാണ്. തന്റെ ഭർത്താവിന്റെ സ്വത്ത് സംബന്ധിച്ചുള്ള ആരോപണവും തെറ്റാണെന്ന് വീണയുടെ മറുപടിയിൽ പറയുന്നു. മാധ്യമപ്രവർത്തകൻ MR അജയൻ നൽകിയ ഹർജിയിൽ എതിർകക്ഷിയായ പിണറായി വിജയനും വീണയുമടക്കമുള്ളവർക്ക് ഹൈക്കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. ഹർജി ഹൈക്കോടതി 17 പരിഗണിക്കും. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.